കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ നിർണായക യോഗം ഇന്ന് ദില്ലിയിൽ നടക്കും. നിരീക്ഷകരെ നിശ്ചയിക്കും. ഇന്ന് രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ അടക്കം നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ TVKയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വൈകിട്ടാണ് യോഗം. നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന്. നോബിൾ, നിരീക്ഷകരെ നിശ്ചയിക്കുന്ന യോഗത്തിലും KC വേണുഗോപാലുണ്ട്. KCയും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിലുള്ള ചരടുവരിയിൽ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ചർച്ചകൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം, കേരളത്തിലേക്ക് ആരൊക്കെ നിരീക്ഷകരായി വരാനാണ് സാധ്യത? അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ആർക്ക് പിന്തുണ നൽകണം എന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകുമോ നോബിൾ? സ്മൃതി, കോൺഗ്രസിന്റെ നിർണായക യോഗമാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ ചേരാൻ പോകുന്നത്. ഒരു വശത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കേന്ദ്ര നിരീക്ഷകരെ സംസ്ഥാനത്തേക്ക് അയക്കാൻ കോൺഗ്രസ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ആരൊക്കെ ആകണം കേന്ദ്ര നിരീക്ഷകർ എന്ന കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ, പ്രത്യേകിച്ച് 3 മണിക്ക് ശേഷം ആ യോഗം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ യോഗത്തിൽ തീരുമാനം ഉണ്ടാകും എന്ന വിവരം ലഭിക്കുന്നു. പ്രധാനമായും നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. KC വേണുഗോപാൽ ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി രംഗത്തുള്ള നേതാവ് കൂടിയാണ്. പക്ഷേ എങ്കിൽ പോലും സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും പാർട്ടിയുടെ മേൽഘടകത്തിലെ എല്ലാ ചർച്ചകളിലും KC വേണുഗോപാൽ പങ്കെടുത്തേ പറ്റുകയുള്ളൂ. എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ നിരീക്ഷകരുടെ തീരുമാനത്തിൽ ഇന്നിപ്പോൾ വൈകുന്നേരത്തകം തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഒരുപക്ഷെ അശോക് ഗെഹ്ലോട്ട്, P ചിദംബരം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ പരിഗണനയിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ആ തീരുമാനം എടുത്തതിന് പിന്നാലെ അത് പ്രഖ്യാപിക്കും. നാളെ നിരീക്ഷകർ ഒരുപക്ഷെ സംസ്ഥാനത്ത് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യങ്ങൾ ഇല്ല എന്നാണ് ഹൈക്കമാൻഡ് വൃത്തം വ്യക്തമാക്കുന്നത്. കാരണം സംസ്ഥാനത്തെ MLA-മാർ, അതോടൊപ്പം മുതിർന്ന നേതാക്കൾ, അതോടൊപ്പം തന്നെ MP-മാർ അടക്കമുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തിയ ശേഷം അതിനൊരു തീരുമാനം ഉണ്ടാകും. ഹൈക്കമാൻഡിന് കൃത്യമായി തന്നെ നിരീക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകും. അതിന് പിന്നാലെ അന്തിമ തീരുമാനം ആര് വേണം എന്ന കാര്യത്തിൽ എടുക്കുകയും ചെയ്യും. ആവശ്യമെങ്കിൽ, പ്രത്യേകിച്ച് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ചർച്ച നടക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ദില്ലിയിലേക്ക് എത്തുന്ന പതിവുണ്ട്. അത് ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് KC വേണുഗോപാലിന് പുറമെ രമേശ് ചെന്നിത്തലയും VD സതീശനും ദില്ലിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് എന്താണെങ്കിലും ഉള്ളത്. അത്തരത്തിൽ ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കുക, പ്രത്യേകിച്ച് കേന്ദ്ര നിരീക്ഷകർ എത്തുന്നതോടെ ചർച്ചകൾ കേരളത്തിൽ വേഗത്തിലാകും. അതിന് പിന്നാലെ ആ റിപ്പോർട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഉടനെ തന്നെ തീരുമാനത്തിലേക്ക് പോവുക എന്താണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകുമോ എന്ന വലിയ ആകാംക്ഷയാണ്. പ്രത്യേകിച്ച് TVKയ്ക്ക് തമിഴ്നാട്ടിൽ പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഇന്നലെ വിജയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കൃത്യമായി തന്നെ ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപും വിജയുമായ സഖ്യത്തിന് കോൺഗ്രസിന്, പ്രത്യേകിച്ച് ഹൈക്കമാൻഡിലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് DMK-യുമായി കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസ് തുടരുന്ന ബന്ധമായിരുന്നു അതിന് തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ പക്ഷേ സംസ്ഥാനത്ത് DMK-ക്ക് അധികാര നഷ്ടം ഉണ്ടായിരിക്കും. സ്വാഭാവികമായും ഒരു സഖ്യകക്ഷി സർക്കാർ വരുമ്പോൾ പ്രത്യേകിച്ച് TVKയ്ക്ക് പിന്തുണ നൽകാൻ കോൺഗ്രസിന്റെ ഒരു വിഭാഗം തയ്യാറുമാണ്. ആ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അവിടുന്ന് സംസ്ഥാന നേതൃത്വമാണെങ്കിൽ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് TVK പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂലിച്ചുള്ള കത്തടക്കം നൽകുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ തമിഴ്നാടിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാകും. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് MK സ്റ്റാലിൻ എന്നതുകൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെ വിശദമായി ചർച്ച നടത്തിക്കൊണ്ട് ഒരു തീരുമാനം പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കോൺഗ്രസ് എന്താണെങ്കിലും വിജയ്ക്കൊപ്പം പോകുന്നതിൽ മറ്റ് എതിരഭിപ്രായങ്ങളില്ല. വിജയെ പൂർണ്ണമായും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറാണ്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കേരളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഒറ്റുനോക്കുന്നത്. ഏതായാലും നിരീക്ഷകർ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ചർച്ചകളും, ഒരു പ്രാഥമിക ചർച്ചകളും സംസ്ഥാനത്തെ സാഹചര്യം അടക്കം വിലയിരുത്തുന്ന ചർച്ചകളും ഒക്കെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്മൃതി, നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.